ഇജിങ്ങനെ അന്നും വള്ളും ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചില്ല. ഇനി ഇമ്മടെ കുട്ടി സങ്കടപ്പെടല്ലേ? ഇജും കൂടി സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ജി. എങ്ങനെ ഉമ്മ കരയാതിരിക്ക? ഞാൻ എന്റെ കുട്ടികളും എന്താ കാട്ടുക? എന്തെങ്കിലൊക്കെ ചെയ്യഞ്ഞിപ്പോ. ഇജിപ്പോ ഇവിടെ തന്നെയല്ലേ നിക്കണത്. ഇനിയിപ്പോ ആണ്ട് പോന്നിട്ട് എന്താ കാട്ടുക നമ്മള്? ഇവിടെ ഉള്ള ആൾക്കാരല്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ. അവിടെ വന്നാലിപ്പോ നമ്മളെ അറിയുന്ന 4 ആൾക്കാരെ ഇപ്പൊ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോ കുറച്ചാൾക്കാരും ഇവിടെ പള്ളി കമ്മിറ്റി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ തന്നെ നിക്കാ നല്ലത്. പിന്നെ ഇമ്മി നാത്തൂനല്ലേ ഉള്ളൂ. ഓല് കുഴപ്പമൊന്നും ഉണ്ടാവൂലടി. ഓൻ മരിച്ചതല്ലേ. അപ്പൊ ഇനി പോലൊന്നും അന്നൊന്നും പറയണ്ടാവൂല. എന്നെ ഞാൻ തീരുമാനിച്ചിരുന്നത് ഇവിടെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ നിക്കന്നെ. കുട്ടികളെ സ്കൂളും മദ്രസൊക്കെ ഉള്ളതല്ലേ. എന്താ ഉമ്മയും മകളും കൂടി വാതിലടച്ചിരുന്നിട്ട് വർത്താനം പറയുന്നു. ഇമ്മാനോട് പോയി പറയാം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ പണിയോട് കൊടുത്ത് ഇങ്ങനെ നടന്നോളി. ഓലും ഉമ്മയും മകളും കൂടി വാതിലടച്ചിരുന്നിട്ട് എന്തൊക്കെ കുസുകുസു എല്ലുണ്ട്. എന്താ പറയുന്നത് വെച്ച് കേട്ടാ? എന്താ പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഞമ്മളെ പറ്റിയിട്ടൊന്നും നിൽക്കാൻ അല്ലാ പോയി കണ്ടാക്കൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ അടുക്കള പണി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നോളിട്ടാ, ഒരു വേലക്കാരത്തോളെ പോലെ. ഓല അവിടെ ഇരുന്ന് പറയട്ടേന്ന്. നിങ്ങളെ മകനല്ലേ മരിച്ചിരിക്കണത്. ഓൽക്ക് വിഷമം ഉള്ളതാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്കല്ലേ ഉണ്ടാവുക. അപ്പൊ നിങ്ങളല്ലേ ഒരു ഭാഗത്ത് ഇരിക്കേണ്ടത്. ഓളമ്മക്ക് ഇപ്പൊ എന്താ പണിയുള്ളത്? ഈ പെരുന്നുള്ളത്തെ പണികൾ എടുക്കാനേ ഓളമ്മന്നെ ധാരാളാണ്. എന്തൊരു കളിയും ചെറിയാന്നറിയാം. ഓൾക്ക് ഒരു സങ്കടം ഇല്ലമ്മ. ഞമ്മക്ക് പോയി, എന്റെ ആങ്ങളെ പോയി, അത്ര തന്നെ. എന്തൊക്കെ കാട്ടണത്? ഞാൻ ഇങ്ങനെ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ വരന്റെ ഉള്ളിൽ ഇങ്ങനെ ആൾക്കാര് കാണാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുമല്ലോ. ഞാൻ നീച്ച് വന്ന് അടിച്ചു ഒരു തുടച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണം. ഓൾക്ക് ഈ മുറിയിൽ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. ഞാൻ പറയുന്നത് ഇനി കേട്ടുകാണ്ടായിട്ട് വരും. എന്തായാലേ ഇജൊന്ന് ഓളൊന്ന് ശ്രദ്ധിക്കണ നല്ലതാ. എന്തൊക്കെയാ പറയണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാലോ. ഞാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയാ പറയണെന്നുള്ളതൊക്കെ. ഞാൻ ഒളിഞ്ഞൊന്ന് കേൾക്കുന്നുണ്ട്. ഓളെ കുടുംബങ്ങൾ വന്നിട്ട് നല്ല പൈസ ഒക്കെ കൊടുത്തിക്കണമ്മ. 500,000 ഒക്കെ ആയിട്ട് ഓളെ കയ്യിലാ കൊടുക്കണത്. നിങ്ങളെടുത്തല്ലേ ശരിക്കും തരേണ്ടത്. നിങ്ങളെടുത്ത് കിട്ടിയാലുള്ളൂ എനിക്കും കാര്യം ഉണ്ടാവുള്ളൂ. ഇതെല്ലാ പൈസയും ഓളമ്മാന്റെ ഓളയും കജ്ജിലാ കൊടുക്കണത്. നമ്മളല്ല ഇവിടെ നിന്ന് പോവാനുള്ളത്. നമ്മളല്ല ഓളെ മക്കളെ നോക്കാനൊക്കെ ഉള്ളത്. അതൊന്നും ഓളമ്മാക്കും ചിന്തയില്ല, ഓർക്കും ഇല്ല. കുടുംബങ്ങൾ ഉണ്ടല്ലേ ഞങ്ങളെടുത്ത് തരവ്. അതുമില്ല. നമുക്കൊരു പട്ടിയുടെ വില പോലും ഒരു തരുന്നില്ല. അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു പട്ടിയുടെ വില ഒന്നും എനിക്കൊന്നുമില്ല. എല്ലാ പൈസയും ഓൾക്ക് തന്നെയാണ് കൊണ്ടു കൊടുക്കണോക്കെ. ഓള് ഇനി എന്തെങ്കിലും പറഞ്ഞു വരുമല്ലോ. ആ പൈസ തീരുമ്പോ ഞാൻ തന്നെ വേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് കിട്ടിയ പൈസ ഒന്നും എന്തായാലും ഞാൻ ഇറക്കൂല. എനിക്ക് എന്റെ ആങ്ങളാരൊക്കെ കുറച്ച് പൈസ ഒക്കെ തന്നിക്കണ്. ഞാൻ എന്തായാലും ഓർക്ക് ഞാൻ കൊടുക്കൂല അത്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. നിങ്ങൾ ആ റൂമിൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോളി. എന്നിട്ട് നമ്മളെ കുടുംബങ്ങളൊക്കെ വരുമ്പോ നല്ല വർത്താനം പറഞ്ഞോളൂ. എന്നിട്ട് എല്ലാ പൈസയും നിങ്ങൾ തന്നെ വാങ്ങി വെച്ചോളൂ. ഞാൻ എന്താ നീ പറയുന്നുള്ളത്? ഞാൻ പോയോക്കട്ടെ. ഞാൻ എന്തായാലും ഏതാണ്ട് വരാം. എന്താണ് ഓർക്ക് ഇത്ര തോനെ വാതിലടച്ചിരുന്ന് വർത്താനം പറയാനുള്ളത് എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ. ഇതാണ് നടക്കേ. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എന്താണ് രണ്ടാളും കൂടി പറയുന്നുള്ളതെന്ന് അറിയന്നെ വേണല്ലോ. അല്ല, എന്താ ഇപ്പൊ ഉമ്മാക്കും മകൾക്ക് ഈ റൂം ഇങ്ങനെ അടച്ചിട്ടിട്ട് ഇരുന്ന് വർത്താനം പറയാനുള്ളത്? ഇതിന്റെ ഉള്ളിലേ അതൊന്നും നടക്കൂലട്ടേടി. എന്റെ ഉമ്മാക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാ. ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയെന്നല്ല. എന്റെ ഉമ്മ വന്ന അന്ന് മുതൽ കാണൽ തുടങ്ങിയതാണ് ഇത്. ഏത് സമയം മുറി അടച്ചിരുന്നിട്ട് വർത്താനം പറയാ. ഇതിന്റെ ഉള്ളിക്കേ കണ്ടമാന ആൾക്കാരൊക്കെ വരുന്നത് അന്നെ ചോദിച്ചെങ്ങാണ്ട് വരും. ഈ വാതിൽ അടച്ച് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓരോ അന്നെ കാണല്? ഈ പെരന്റെ ഉള്ളിൽ അതൊന്നും നടക്കൂല. ഞാൻ പറഞ്ഞുതരാം. അവനാന്റെ പെരന്റെ ഉള്ളിൽ വെച്ച് ഞാൻ പോന്നാ മതി.
എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണ്? 4 മണിക്കൂർ ഈ മുറിന്റെ ഉള്ളിൽ ഇങ്ങനെ അടട്ടിരിക്ക. എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എനിക്ക് ഊരവേദനായിട്ട് നിക്കാൻ വെച്ച. ഇജ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിലും എന്റെ ഉമ്മ ഉണ്ടല്ലോ ഇവിടെ, എന്റെ ഉമ്മാക്ക് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്ന് സഹായിച്ചൂടെ? ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനാ വന്നിക്കണത്. മകളെ നോക്കാൻ വന്ന മകളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിച്ചാനൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണം. ഇതെല്ലാവർക്കും വെച്ച് കാണുമ്പോഴേക്കും മനസ്സിന്റെ ഊരവേദന ആവൽ തുടങ്ങിയിരിക്കും. ഈ പെരന്റെ ഉള്ളിൽ ഇമ്മാതിരി പരിപാടികളൊന്നും നടക്കൂല, ഞാൻ പറഞ്ഞുതരാം. എന്താ കേട്ടില്ല അമ്മ? അപ്പൊ നിങ്ങള് ഉമ്മ വന്ന് പറഞ്ഞൊക്കെ ഇതന്നെയാണ് ഇവിടുത്തെ സ്വഭാവമൊക്കെ. എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ല, എല്ലാരും കണ്ട് അറിയുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. ഉമ്മാന്റെ കുട്ടി ഒന്നും മുണ്ടണ്ട, അപ്പൊ എന്താണാവോ. ഞാൻ വിചാരിച്ചത് ഓൻ വെച്ചാലെങ്കിലും ഓല് നല്ലപോലെ ഒന്ന് എന്നോട് സംസാരിക്കാരെന്നാണ്. ഇപ്പൊ 5 കാരണപ്പോ മരിച്ചിക്കണെന്നുള്ള ലെവലിലാണ് ഓല് വർത്താനം പറയണത്. അല്ലെങ്കിലും പെമ്മക്കളൊക്കെ അവസ്ഥ തന്നെയാണ്. ഉമ്മാന്റെ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ സഹിച്ചു പൊടിച്ച് നിക്ക്. കുട്ടികളൊന്നും വലുതാവോളെങ്കിലും അത് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടിക്ക് ഒന്ന് പണിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്നെന്താച്ച പറഞ്ഞോട്ടാ എന്ന് വെച്ച് കാര്യാക്കണ്ട. ഇത് വന്നിട്ട് തുള്ളി വെള്ളം എന്തേലും എടുത്ത് കുടിച്ച ഞാൻ അടുത്തരണ. ഞാൻ അടുത്ത് കുടിച്ചോളമ്മ. പടച്ചോനെ കുട്ടിയുടെ വിധി എന്താ ഇങ്ങനെ? എന്താ കാട്ടറമ്പ്? നല്ലപോലെ ജീവിക്കണേന്റെ ഇടയിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ 2 വർത്താനം പറഞ്ഞോക്കാം. എത്ര വെച്ചിട്ട് ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കല്? ഒന്നും എല്ലാരോടും ഒന്ന് വർത്താനം പറഞ്ഞാൽ തന്നെ എന്റെ മനസ്സ് ശരിയാവും. കുഞ്ഞുട്ടിയാണ് വിളിക്കുന്നത്. അന്നെന്താണ് അവൻ നേരം വൈകി വിളിക്കാന്? ഹലോ, എന്താ പണി? ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. ഓൾ അത് അവിടെ നൊലോളിച്ചിങ്ങാണ്ടിരിക്കണം. ഓൾക്കിപ്പോ അതല്ലാതെ പിന്നെ വേറെ എന്താ പണിയുള്ളത്? അനക്കിന്ന് പണിയില്ലേ? ആ, കുട്ടികളോ? വരുന്നുണ്ടാ? എപ്പളാ വരുന്നേ? അന്ന് ഇങ്ങോട്ട് പോരെന്നാല്. മഴയൊക്കെ പെയ്യുമ്പോത്തിന് ഇങ്ങോട്ട് പോരെ, ഞാൻ കുട്ടികളെ എത്തി. ഇല്ല, തിന്നിട്ടില്ല. ഓളിപ്പോ അതാ ഒരു തുള്ളി ചായന്റെ വെള്ളം എന്തോർത്ത് കുടിച്ചിങ്ങാണ്ട് ഇപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഓൾക്കൊന്നും തിന്നാനും കുടിച്ചാനും ഒന്നും വേണ്ട. ഞാൻ ചീത്ത അറിഞ്ഞ് നടക്കാണ്. ആ കുട്ടികളെ കാര്യമെങ്കിലും ഓൾക്ക് നോക്കണ്ടേ? അതൊന്നും ഓൾ ചെയ്യൂല. ഈ 24 മണിക്കൂർ ഈ നൊലോളി മാത്രമേ ഉള്ളൂ. എന്നാ ഇങ്ങോട്ട് വായെന്നായിക്കോട്ടെ. കുഞ്ഞുട്ടിയാണ് വിളിച്ചതേ. കുഞ്ഞുട്ടിയും കുട്ടികളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അത്ര. അപ്പൊ ഞാൻ പറയാം ഇങ്ങോട്ട് വരാമനേ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായി. വരാൻ പറയുന്നാല് എന്താ ഇപ്പൊ കാട്ട്? ഇക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് പെരയിലൊന്ന് പോവൊക്കെ വാണ്ടീന്ന്. അതൊന്നും പറ്റാതെ ഇപ്പൊ എത്ര ദിവസിച്ചിട്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കണത്. എന്തായാലും 40 കഴിയട്ടെ, എന്നിട്ട് പോവാം. എന്നെ ഇപ്പൊ അന്നെ ഒറ്റക്ക് ഇട്ടുങ്ങാണ്ടക്ക് പോവാനും വെച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിക്കണത്. അപ്പൊ ഇതാണ് പരിപാടി ഉമ്മാന്റെ മകളിലെ. എല്ലാരും ഇങ്ങോട്ട് വിളിച്ചിരുത്ത. എന്നിട്ട് ഞാനും എന്റെ ഉമ്മയുണ്ടല്ലോ ഇവിടെ ഞാൻ പണികളെടുത്ത് വെച്ചുണ്ടാക്കി കൊടുക്കാനൊക്കെ. ഇത് കിട്ടണ പൈസയും മുതലൊക്കെ ഓളമ്മ ഓൾക്ക് കൊടുക്കുക. നടന്നേന്നെ. എന്റെ അമ്മ അങ്ങ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരുമ്പിക്കോളിട്ടോ. ഞങ്ങളോട് എന്താ പറഞ്ഞത്? പണിയോട് എടുക്കണ്ടെന്നല്ലേ? ഓളമ്മ വേണമെങ്കിൽ ചെയ്തോളൂ. എന്താ കാട്ടുന്നത്? ഞാൻ പണിയെടുക്കല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ?
ഓളമ്മേ അവിടെ ഇരുന്നിട്ട് ഓളെ ആങ്ങൾക്ക് ഫോൺ വിളിക്കണുണ്ട്, വരുന്നുണ്ട് അത്ര കണ്ട് ഓനും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടെ വന്നിട്ട് തിന്നു പോവാനേക്കാരേ. എന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടി കുസു കുസു എല്ലാം ചെയ്യാ, അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതേ അതിന് വേണ്ടിട്ട് വരികയാണ്. എന്തായാലേ ഓളെ വിളിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാരും ഇങ്ങനെ വിളിച്ചെത്തിയിട്ട് ആര് ചെയ്യിച്ചിട്ട് ഈ പെരണ്ടുള്ളത്തെ പണികളൊക്കെ എന്നെ കൊണ്ട് വെച്ച എന്റെ വേദന ആയിട്ടാണ് എനിക്ക് നിക്കാൻ വെച്ച. ഒന്നല്ലെങ്കിൽ ഒരു മര്യാദ ഇല്ലേ? നമ്മൾ ആരെങ്കിലും ഓല പെരണ്ടുള്ളിക്ക് ഇങ്ങനെ കയറി ചെല്ലണ്ടാ? മര്യാദക്ക് അത് നിങ്ങൾ ഓളന്മാരോട് പറഞ്ഞോളുണ്ടോ, അല്ലെങ്കിൽ ഓളോട് പറഞ്ഞോളുണ്ടോ ഇങ്ങനെ വിളിച്ചെടുത്താൻ നിൽക്കണ്ട. അങ്ങനെ ആങ്ങളെയും പെണ്ണുങ്ങളൊക്കെ കാണാൻ പൂതിണ്ടെന്നുണ്ടെങ്കിലേ അവനാന്റെ പെരേക്കാണ് പോവാൻ പറയും. ഇവിടെ കിടന്നിട്ട് ഒച്ചമൂലി ഉണ്ടാക്കല്ല വേണ്ടത്. ഇനി ഓള് കാണാലോ, ഇനി ഓള് നാവ് വലിച്ചത് നോക്കഞ്ഞി നമ്മളെ നേരക്കൊക്കെ ഇനി ഓള് ഇങ്ങനെ എടുക്കും. നമ്മളിനി ഒരു അധികപ്പറ്റേക്കാരം ഇവിടെ. ഇത് ഓന്റെ പേരിലുള്ള പേരും സ്ഥലമാണ്. ഓൾക്കും കൂടി അധികാരപ്പെട്ടല്ലത്. ഓൾക്ക് ഒരധികാരം ഇല്ല, ഓൾക്ക് ഒരധികാരം കൊടുക്കൂല്ല ഇനി എന്തായാലും. ഇത് നമ്മക്ക് എങ്ങനെയെങ്കിലൊക്കെ സ്വന്താക്കണം. നിങ്ങളും ഓന്റെ ഉമ്മയല്ലേ, പിന്നെ ഞാൻ ഓന്റെ പെങ്ങളും. അപ്പൊ പിന്നെ നമ്മളെ അവകാശം കഴിഞ്ഞിട്ട് തന്നെ ഓൾക്ക് ഉണ്ടാവുള്ളൂ. ഓളെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. എന്തായാലും ഓൾക്ക് കൊടുക്കാൻ പറ്റൂല. ഇത്രയും കാലം ഓളെ അനുഭവിച്ചില്ല ഇതൊക്കെ. ഓനായിട്ട് നമ്മ വേറെ ഇങ്ങോട്ട് പോന്നുങ്ങാണ്ട് ഒറ്റകൾ നിന്ന് ഓനെ കൊല്ലാകൊല എഴുതിയില്ലേ, ഓനെ കൊന്നു തന്നെ പറയാം. എന്നിട്ട് ഓള് സുഖിച്ചിരിക്ക, പേരിന് മാപ്പിള മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്ക. നിങ്ങൾ വന്നിട്ട് പറയും വരണ്ട, ആരും വരണ്ട കണ്ടെന്ന് പറഞ്ഞാളി. ഞാൻ വരച്ച് നടക്കൂടെ. ഓൾ ആ വീടിന്റെ പൂജയൊക്കെ ഞാൻ തീർത്തു കൊടുക്കാം. അല്ല എന്തിനാ അപ്പൊ നിങ്ങളെ മകനും മരുമകളൊക്കെ എപ്പോഴും ഇങ്ങനെ വരുന്നത്? ഓലിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ വെച്ചളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റൂല. ഓല് വന്നാൽ തന്നെ ഉച്ചക്ക് ചോറും ചാറൊക്കെ തിന്നിട്ടാ പോവുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ എപ്പോഴും വരുമൊന്നും വേണ്ട. ഞങ്ങൾ ഓളൊന്നും ചെയ്യണമൊന്നുമില്ല. എന്റെ അമ്മാനോട് പിന്നെ എന്ത് പറഞ്ഞാലും എന്റെ അമ്മ മുണ്ടാതിരിക്കുള്ളല്ലോ. എന്താണ് പറഞ്ഞാലും ഒന്നിനും മറുപടി ഇല്ല. അന്നോടും കൂടിയാ ഞാൻ പറയണത്. എല്ലാരും ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കുടുംബങ്ങൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ വരാനും പോവാനൊക്കെ. ഞാൻ എന്റെ പെരക്കാര് വന്നിട്ട് വേണ്ട, വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടേക്കാരല്ലേ വരുന്നത്. അതിന്റെ ഒന്നും ആവശ്യം എന്തായാലും ഇപ്പൊ വേണ്ട. വാണ്ടിയില്ല, വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കജും വീസിങ്ങാണ്ട് വരും. കുട്ടികളുള്ളതല്ല ഇതിന്റെ ഉള്ളില്. അതെങ്കിലും ആലോചിക്കണ്ട. എന്റെ ആങ്ങളെയും പെണ്ണുങ്ങളൊക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോ എപ്പോഴും എല്ലാരും ഇങ്ങനെ കേറി വരുമൊന്നും വേണ്ട. പോവാൻ മരിച്ചിട്ട് കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്. ഓരോ പരിപാടിക്കൊക്കെ അതിനും ഇതിനൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ അതിനൊന്നും വരുമൊന്നും വേണ്ട. എന്തായാലും ജോ അവിടെ ഇരിക്കണെങ്കിൽ ഒരു മൂലക്ക് അവിടെ ഇരുന്നോ. എന്റെ അമ്മക്ക് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ഇവിടെ നിന്നോട്ടെ. അല്ല ഞാൻ എന്റെ അമ്മക്ക് പോണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ പോവും ചെയ്തോട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തോന്നുന്നു. എല്ലാരും ഇങ്ങനെ കൊണ്ടാൻ ഇതെന്താ കല്യാണപ്പരല്ലേ? എന്താ ഇങ്ങനെ ആയ നമ്മള് കാട്ടുക? ഇജ്ജ് അങ്ങോട്ട് പോരെ, ഇജ്ജ് ഇവിടെ നിക്കണ്ട. ഓൽക്ക് ഇനി ഈ പേരയും കൂടിയും കിട്ടാനുള്ള പോലെ നാടകമാണ് അത്. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പൊ മരിച്ചതെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്ന്. തള്ളക്ക് സങ്കടം ഉണ്ടാവും, സങ്കടം ഇല്ലായിരിക്കൊന്നുമില്ല. മകനല്ലേ മരിച്ചിരിക്കണത്. ഓളെ വാക്കും കേട്ടുങ്ങാണ്ടാണ് എന്റെ അമ്മായി മന്നെ പറയണത്. മറക്കുട്ടി ആണ്ട് പോരാ, ഇനി എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് അവിടെ നിക്കാം. എന്തായാലും 40 ചെയ്യട്ടെ, എന്നിട്ട് പോവാ. അതിന്റെ മുന്നേ പോയാൽ ആൾക്കാരെന്താ പറയാ. ഞാൻ ഇപ്പൊ വരട്ടാ. ഇജ്ജ് എടുക്കഞ്ഞി വരാ. ഇനിയിപ്പൊ എന്തായാലും എന്റെ കുട്ടീനെ 40 കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകണം. എന്തിനാ പൊബിൽക്ക് ഇങ്ങനെ ഇട്ട് തട്ടാൻ കൊടുക്കണത്? ഓലെ മകൻ മരിച്ചല്ലോ. ഇനിയിപ്പൊ എന്റെ കുട്ടീനെ ഇനിയിപ്പൊ ആർക്കാ വേണ്ടി വരിക? അതിന്റെ ഭാവിയാണ് ഇല്ലാതായത്. നിങ്ങളെ ഓളമ്മാനോട് പറഞ്ഞേ നന്നായി തന്നെ ഉള്ളൂ. എന്താപ്പത് എന്നും വിരുന്നേരാ. ഇതൊരു മരിച്ച പെരേന്നുള്ള ബോധെങ്കിലും ഓൾക്ക് വേണ്ടേ, അല്ലെങ്കിൽ ഓൾക്ക് വേണ്ടേ? ആവൂല്ല. ഓല് നിന്നിട്ട് ഒരു മുറിയിലാണ് പോയിരുന്നിട്ട് എല്ലാരും കൂടി ഇരുന്നിട്ട് വർത്താനം പാരെ. നിങ്ങളത് പറഞ്ഞേ നന്നായുള്ളൂ. ഇനിയിപ്പൊ അതിന് കണ്ടിറക്കണെങ്കിൽ ഞാൻ കണ്ടിറക്കട്ടെ. ആ മുഖം ഇത്രക്ക് ഉണ്ടായിന്ന് ഓളമ്മമാന്റെ. അല്ല പിന്നെ
ഇത്രയൊക്കെ കേട്ടിട്ട് ഞാൻ ഓളോട് പോയി പറയാതിരിക്കുക? എനിക്ക് അങ്ങനെ പറയാതിരിക്കാനൊന്നും പറ്റൂല. എന്താ അപ്പൊ ഇത് ഓര് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ ഫോം വിളിച്ചിട്ട് നമ്മളെ കുറ്റം എങ്ങനെ പറയാ? അതൊന്നും നടക്കണ കാര്യല്ല. ഇനിയിപ്പൊ എന്തായാലേ ഓളെ ഇതിന്റെ ഉള്ളിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ഇത്രയും കാലം ഞാനേ ഓളെ ഇവിടെ നിർത്തിയില്ലേ, എന്റെ മകന്റെ വാക്കും കേട്ടുങ്ങാണ്ട്. ഇനിയിപ്പൊ എന്തായാലും അതിന്റെ ആവശ്യമില്ല. എന്റെ മകൻ പോയില്ലേ, ഇനിയിപ്പൊ ആരാ ഉള്ളത്? എന്റെ കുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് സ്നേഹിക്കാനും ഇതാക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു. ഇനിയിപ്പൊ ആരാ ഉള്ളത്? ഓളല്ലേ. ഓളെ കാര്യം നോക്കിങ്ങാണ്ട് ഓള് നിക്കും ചോദിച്ചു. ഇനിയിപ്പൊ എന്തായാലും ഓളെ ഇതിന്റെ ഉള്ളിൽ നിർത്തണ്ട. ഇനി ഓള് ഇവിടെ നിക്കണ്ട. ഓളിനിപ്പോ എന്തിനാ ഇവിടെ നിക്കണത്? ഓളിഞ്ഞി ഓളെ പെരേ പോയി നിന്നോട്ടെ. എന്തായാലും ഓൾ ഇല്ലല്ലോ ഇവിടെ. പിന്നെ ഇപ്പൊ എന്തിനാ ഓളെയും കൂടി ചെലവ് നമ്മള് നോക്കണത്? കഞ്ചറച്ചല്ല പൈസ കിട്ടിക്കണം ഉമ്മാക്കും മകൾക്കും. പൊയ്ക്കോട്ടെ ഓളെ പെരേ. എന്റെ ആങ്ങളായതുകൊണ്ടാണ് ഓളെ അത്രയും കാലം നോക്കിയത്. ഇനിയിപ്പൊ എന്തായാലേ അത് നടക്കൂല. ഇനി ഓള് ഇവിടെ നിക്കണ്ട. ഇനി ഞാൻ തന്നെ ഇവിടെ നിക്കണം. എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പെരേ സ്ഥലമല്ലേ, ഇനിയിപ്പൊ ഇന്ത്യ നിങ്ങളെ പേരിലും കൂടി ആക്കാനുള്ള തീരുമാനം നമുക്ക് എടുക്കാം. എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം? നിങ്ങളൊക്കെ ഈ പൈസയും മുതലും കണ്ടിട്ട് തന്നെയല്ലേ വന്നിക്കണത്? ജീവിച്ചിരിക്കണ കാലത്ത് ആരും വന്നിരുന്നില്ല. എല്ലാരും ഈ പണ്ടും ഈ മുതലൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ വരുന്നത്. ഇക്ക മരിച്ചതിനുള്ള പൈസ കിട്ടുന്ന ആലോചിച്ചിട്ട്. ഞങ്ങളൊന്നും ഓന്റെ മുതലും വിചാരിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടെ നിക്കണേ. ഇജാവും വിചാരിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും മാപ്പിള മരിച്ചു എന്നുള്ളൊരു പേരും ആൾക്കാരെ അടുത്തുനിന്ന് നല്ല സിമ്പതി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അതെന്തായാലും നടക്കൂല ഇനി. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ മുതല് കിട്ടിയിട്ട് വേണല്ലോ. ഇന്റെ കുട്ടിയെല്ലാം മരിച്ചിരിക്കണത്. ഇന്റെ അത്ര സങ്കടം ഇപ്പൊ എന്തായാലേ അണക്ക് ഉണ്ടാവൂല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇജ് 40 കഴിഞ്ഞിട്ട് ഇജ് മൂടും തട്ടി ഇജ് പോവും. പിന്നെ അനക്ക് വേറെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇജ് അതും ചെഞ്ചു. എനിക്കറിയാലോ, എനിക്കാണ് ഇപ്പൊ നഷ്ടപ്പെട്ട്. എനിക്കും എന്റെ കുട്ടിക്കും നഷ്ടപ്പെട്ട്. ഓൾക്ക് ഓളെ ആങ്ങളും ഇല്ലാതായി, എനിക്ക് എന്റെ മകനും ഇല്ലാതായി. ഇജ് ഒറ്റ കാരനാണ് ഇല്ലാതായിക്കുന്നത്. ഇജ് ഇനി ഇവിടെ നിക്കണ്ടെന്ന് തന്നെ അന്നെ നിർത്തുന്നില്ലാന്ന് തന്നെയാണ് എന്റെ തീരുമാനം. വലിയ വർത്താനൊന്നും എന്തായാലും പറയണ്ട. അങ്ങനെ തന്നെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ എന്നാ നല്ലപോലെ ഉണ്ടാകുമ്പോ ഒന്ന് വന്നിട്ടുള്ളത്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എത്ര ദിവസം പട്ടിണി എടുത്ത് എല്ലാരും അവനാന്റെ പൈസ എടുത്തുങ്ങാണ്ട് ഓരോന്ന് കാട്ടി കൂട്ടേനില്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇനിയും കുട്ടികളൊക്കെ വിചാരിച്ചിങ്ങോട്ട് വന്നിക്കണോ? ഇല്ലല്ലോ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ എന്തായി പെരയും മുതലും കണ്ടുകാണ്ട് എല്ലാരും വന്നിക്ക. അന്ന് എനിക്ക് എന്റെ പെരക്കാരനെ ഉണ്ടായിട്ടുള്ളൂ. എന്റെ അമ്മയും വാപ്പയും എന്റെ ബാക്കിയുള്ളവർ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നിങ്ങളാരും അല്ല. ഞാൻ എന്റെ പെരേക്ക് പോവുകതന്നെയാണ്. പോണേന്റെ മുന്നേ എന്തായാലും എന്റെ മുതൽ എനിക്ക് കിട്ടന്നെ വേണം. എല്ലാരും കൂടി എടുത്ത് നാസാക്കിയതല്ലേ. മകൻ എന്തായാലും ജീവിച്ചിരിക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും നിങ്ങൾ തരുന്ന രണ്ടാളും. ഞങ്ങൾ ആരും എന്റെ ഒരു മുതൽ കൊടുത്തിട്ടില്ല. ആങ്ങളല്ലേ എടുത്തുക്കണത്. ആങ്ങളെ മരിച്ചപ്പോ പിന്നെ മുതലിന്റെ കാര്യം ഇതിപ്പോ അതും ആലോചിച്ചങ്ങാണ്ട് നടക്കാണ്. മുതല് കിട്ടും വെച്ചിട്ടൂല്ലേ? എന്തായാലും അത് കിട്ടുമൊന്നുമില്ല. ജോൻക്കല്ലേ കൊടുത്തുക്കണത്, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് ഇതുണ്ടാവും കിട്ടാന്. തന്നിട്ടില്ലാന്നുണ്ടെങ്കിലേ കേസ് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കേസിന്റെ വഴിക്ക് തന്നെ ഞാൻ പോവും. ഓള് പറഞ്ഞു കിട്ടിയില്ല നിങ്ങള്? ഓള് കേസ് കൊടുക്കുന്നു. ഓൾക്ക് കൊടുക്കട്ടെ കേസ്. എന്തില്ല ഓള് നമ്മളെ പേരില് കേസ് കൊടുക്കാൻ നോക്കാലോ. ഓളൊരു മക്കളും ഓളെ പെരേ പോയി നിന്നോട്ടെ. ഓളെ പെരക്കാര് നോക്കിക്കോളൂ. ഇനി ഇത്രയും കാലം ഇവിടെ നിന്നില്ലേ. ഓള് ഓള് പേടിപ്പിക്കണേ ഇന്നെ? അതൊക്കെ പണ്ട്. ഇനിയിപ്പൊ അതൊന്നും നടക്കൂല. എന്റെ മകന്റെ സ്ഥലം പേരാണെങ്കിലേ എന്റെ പേരിലും കൂടിയാണത്. അപ്പൊ ഓൾക്ക് മാത്രം എന്തായാലും കിട്ടൂല. കണ്ട കാലം വരെ രണ്ടാളും കൂടി സൂചിച്ച് ജീവിച്ചില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അന്നൊക്കെണ്ട് തച്ചിറക്കിങ്ങാണ്ട് ഇപ്പൊ രണ്ടാളും കൂടി ആയിരുന്നല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്നീന്ന്. പിന്നെ ഓളെ മുതലിന്റെ കാര്യം ഓള് പറഞ്ഞല്ലോ. ഏത് വകയില ഓൾക്ക് മുതൽ കൊടുക്കണത്? എടുത്തതെല്ലാം മുതലൊക്കെ എന്തായാലും ഇതിന്റെ ഉള്ളിൽ വല്ല സാധനങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും ഇപ്പൊ എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. മുതല് ഇത്രയും കാലം എന്റെ മകന്റെ പിന്നാലെ ഇതിന്റെ ഉള്ളിൽ നിന്നില്ലേ? അത് മതി ഇപ്പൊ മുതൽ കൊടുക്കായിട്ട. ഓള് എന്താച്ച കാട്ടട്ടെ. ഓളല്ല കേസ് കൊടുക്കുന്നതാണ്. കൊടുക്കട്ടെ. എന്തിന്റെ പേരിൽ ഓള് കേസ് കൊടുക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കാലോ. ഓളെ തള്ളണ്ടല്ലോ ഓൾക്ക് മൂട്ടി കൊടുക്കാനേ. പിന്നെ ഓളെ പെരക്കാരും 24 മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുക. ആ മുറിയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് അവര് വർത്താനം പറയും. ഇതന്നെയല്ലോ ഓരോ പണി. എന്നിട്ട് നമ്മളെ കുറ്റങ്ങൾ പറയും ചോദിച്ച.
ആക്കെ അതൊന്നും ഇനി നടക്കൂല എന്തായാലും. ഉം ഉം